ഖുത്ബുൽ ആലം സി.എം. വലിയുല്ലാഹിൽ മടവൂരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുത്തെ പിതാവാണ് ഷെയ്ഖ് കുഞ്ഞിമായി കോയ മുസ്ലിയാർ. അവിടുത്തെ പിതാവിന്റെ പിതാവ് വലിയുപ്പയാണ് കുഞ്ഞിമാഹി മുസ്ലിയാർ. ഈ കുഞ്ഞിമാഹി മുസ്ലിയാർ എന്ന് പറയുന്ന മഹാനായ ഷെയ്ഖ് സി.എം. വലിയുല്ലാഹിയുടെ വലിയുപ്പ 2 പ്രാവശ്യം നടന്ന് ഹജ്ജിന് പോയിട്ടുണ്ട്. അവിടുത്തെ മക്ബറ ഖബർ സ്ഥിതി ചെയ്യുന്നത് സി.എം. വലിയുല്ലാഹിയുടെ മടവൂരിലെ ആ പള്ളിയുടെ മിഹ്റാബിന്റെ അടുത്ത് ആ ഭാഗത്താണ്. എന്നിട്ട് പറഞ്ഞു, മടവൂർ ശൈഖുന ഹിജ്റ 1348 റബീഉൽ അവ്വൽ 12-നാണ് മഹാനായ ഖുത്ബുൽ ആലം സി.എം. വലിയുല്ലാഹിൽ മടവൂരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ജനിക്കുന്നത്. റബീഉൽ അവ്വൽ 12-ന്റെ പ്രത്യേകത നമുക്കറിയാം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച മാസമാണ്. ഒരാളുടെ ജനനവും മരണവും നടന്ന എപ്പോഴാണ് നടന്നത്, ഏത് മാസമാണ് നടന്നത്, ആ മാസത്തിനും ആ ദിവസത്തിനും വലിയ പ്രത്യേകതയുണ്ട്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച റബീഉൽ അവ്വൽ 12-ന് തന്നെയാണ് അവിടുത്തെ അനന്തരാവകാശിയായ അവിടുത്തെ വാരിസായ മഹാനായ ഖുത്ബുൽ ആലം റഈസു സാഹിദീൻ സി.എം. വലിയുല്ലാഹിൽ മടവൂരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ജനിക്കുന്നത്. എന്നിട്ടോ അവിടുത്തെ മൗലിദിൽ കാണാം, വകാന വാലിദുഹു അശ്ശൈഖ് കുഞ്ഞിമായി കോയ മുസ്ലിയാർ ആലിമൻ ജാഹിദ. മഹാനായ അവിടുത്തെ പിതാവ് കുഞ്ഞിമായി കോയ മുസ്ലിയാർ ആലിമൻ ജാഹിദ, വലിയ ആലിമായിരുന്നു. وأجداده كذلك من الشهداء المدفونين بقرية പറമ്പത്ത്. തലക്കടത്തൂരിലെ പറമ്പത്ത് എന്ന് പറയുന്ന പ്രദേശത്തെ സി.എം. വലിയുല്ലാഹിൽ മടവൂരി മഹാനായ ശൈഖുന സി.എം. അവറുകളുടെ വാപ്പാന്റെ ഉപ്പാപ്പമാർ, അവിടുത്തെ പരമ്പര ഒരുപാട് വലിയുപ്പമാരൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്നത് തലക്കടത്തൂരിലുള്ള പറമ്പത്ത് എന്ന് പറയുന്ന പ്രദേശത്താണ്. വകാന ഫീഹാ 44 ഷഹീദ. അവിടുത്തെ പരമ്പരയിൽ ഉപ്പാപ്പന്മാരിൽ ഷഹീദന്മാരായ സുഹദാക്കളായ 44 പേരുണ്ട്. വകബീറുഹും മുഹമ്മദ് ഷഹീദുൽ മശ്ഹൂർ. അതിൽ അറിയപ്പെട്ട ഒരു സുഹദ ആയിരുന്നു മുഹമ്മദ് ഷഹീദുൽ മശ്ഹൂർ. وقبورهم تزار قدس الله أسرارهم ونفعنا بهم. ആ തലക്കടത്തൂരിലെ പറമ്പത്ത് എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ആയിരക്കണക്കിന് ജനങ്ങൾ സിയാറത്തിന് വേണ്ടി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. സജീവമായ അവിടെ സിയാറത്ത് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. وتزوج والده عائشة الحاجة. അവിടുത്തെ പിതാവ് മഹാനായ ശൈഖുന സി.എം. വലിയുല്ലാഹിയുടെ പിതാവ് കുഞ്ഞിമായി കോയ മുസ്ലിയാർ വിവാഹം ചെയ്തു ആയിഷത്തുൽ ഹാജ്ജ. ആയിഷ ഹജ്ജുമ്മ എന്ന് പറയുന്ന ഒരു മഹദിയെ ശൈഖ് സി.എം. വലിയുല്ലാഹിയുടെ പിതാവ് വിവാഹം ചെയ്തു. وكانت خير النساء في الزمان بعد وفاة زوجته الأولى يقال لها بيبي نور الله مرقدهما. സി.എം. വലിയുല്ലാഹിയുടെ പിതാവ് നേരത്തെ ഒരു വിവാഹം ചെയ്തിരുന്നു. അതിനുശേഷം രണ്ടാമത് വിവാഹം ചെയ്ത മഹദിയാണ് ആയിഷത്ത് ഹജ്ജുമ്മ. ആ ആയിഷ ഹജ്ജുമ്മയുടെയും കുഞ്ഞിമായി കോയ മുസ്ലിയാരുടെയും 3ാമത്തെ മകനായി ജനിച്ച ആളാണ് ഖുത്ബുൽ ആലം റഈസു സാഹിദീൻ സി.എം. വലിയുല്ലാഹിൽ മടവൂരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. വലഹറത് മുൻദു വിലാദതിഹി അജായിബു കസീറ. അവിടുന്ന് ജനിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായി.
സാധാരണ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനവുമായി ബന്ധപ്പെട്ട് പറയുമ്പോ മങ്കൂസ് മൗലുദിൽ വിശദീകരിച്ചതായി കാണാം. ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായി എന്ന്. അയാ സ്വനമൽ ഈദില്ലദീ സഫ ഹൗലഹു സനാദീദു മിൻ വഫദിൻ ബഈദിൻ വമിൻ ഖുർബി تنكست مقلوبا فما ذاك قل لنا فمن حزننا قد درت العير بالسهب تردى لمولود أضاءت بنوره جميع فجاج الأرض خوفا من الرعب صلاة وتسليم على المصطفى المختار خير البرية. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം സംഭവിക്കുമ്പോ എന്തൊരു ബന്ധമാണ് അവിടുത്തെ അനന്തരാവകാശികളായ മഹാന്മാർ ജനിക്കുമ്പോഴും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസവിക്കാൻ അടുത്ത സമയത്ത് എന്തൊക്കെ അത്ഭുതങ്ങളാണ് ഉണ്ടായത്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു വളരെ സ്പഷ്ടമായി തന്റെ മങ്കൂസ് മൗലൂദിൽ വിശദീകരിച്ചില്ലേ. അത് കേവലം ഒരു മൗലിദാണെന്ന് തള്ളിക്കളയണ്ട. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് തുടങ്ങിയ പ്രഗൽഭരായ ഇമാമികൾ ചരിത്ര കിതാബുകളിലൊക്കെ എഴുതി വെച്ച സംഭവങ്ങളാണ്. അള്ളാഹുവിന്റെ റസൂൽ ജനിക്കുമ്പോ സുബ്ഹാനല്ലാഹ് മക്കയിൽ ഉണ്ടായിരുന്ന 1,000 ബിംബങ്ങളില്ലേ, വിഗ്രഹങ്ങളില്ലേ, അതെല്ലാം അങ്ങ് തലകുത്തി വീഴുകയല്ലേ. ഒരുപാട് വർഷക്കാലം കെട്ടുപോകാത്ത സാവ തടാകമങ്ങ്, അതേ ഒരുപാട് വർഷം വറ്റിപ്പോകാത്ത സാവ തടാകമങ്ങ് വറ്റിപ്പോയില്ലേ. ഒരുപാട് വർഷം കെടാത്ത മക്കയിൽ റബീഉൽ അവ്വൽ 12-ന് സംഭവിച്ചില്ലേ. ഇതെല്ലാം മക്കയിലെ മുശ്രിക്കീങ്ങൾ ലൈവായി മക്കയിലങ്ങ് കാണുമ്പോ അതേ മക്കക്കാരനായ ആരാധന ബിംബത്തെ ആരാധിക്കുന്ന നേതാവ് തന്നെ ആ ബിംബം ഇങ്ങനെ തലകുത്തി വീഴുന്നത് കാണുമ്പോ ചോദിച്ചു പോയില്ലേ, അല്ല ബിംബമേ തനക്കസ്ത മഖ്ലൂബൻ ഫമാദാക ഖുല്ലനാ ഫമിൻ ഹുസ്നിനാ ഖദ്ദറത്തിൽ ഈറു ബിസ്സുഹുബി അയാ സ്വാനമൽ ഈദ്. അല്ല ബിംബങ്ങളെ, എന്തേ നിങ്ങൾ തലകുത്തി വീഴാനുള്ള കാരണമെന്തേ? ഞങ്ങൾ തെറ്റ് ചെയ്തത് കൊണ്ടാണോ ബിംബങ്ങളെ? ഞങ്ങൾക്ക് വല്ല പ്രശ്നവുമുള്ളത് കൊണ്ടാണോ? ഞങ്ങൾ ആരാധിച്ചത് മതിയാവാത്തത് കൊണ്ടാണോ? എന്തേ നിങ്ങൾ ഇന്ന് തല എത്ര നേരെയാക്കിയാലും തലകുത്തി വീഴുന്നുണ്ടല്ലോ? ഉടനെ തന്നെ ഒരാശരീരി ആകാശത്ത് നിന്ന് വന്നില്ലേ, തറദ്ദാലി മൗലൂദിൻ അളാഅത് ബിനൂരിഹി ജമീഉ ഫിജാജിൽ അർളി ഖൗഫൻ മിനർ റുബി. ഓ മനുഷ്യ, ഓ ബിംബാരാധകരെ, ഈ ബിംബങ്ങളെല്ലാം വീഴാനുള്ള കാരണം എന്തെന്നറിയുമോ? ഇന്നൊരു ലോകത്തൊരു നേതാവ് ജനിച്ചിട്ടുണ്ട്. ഒരു അത്ഭുതകരമായ ഒരു കുട്ടി മക്കത്ത് ജനിച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ലോ നാറു ജമീഇൽ ഫുർസി ഖദ് ഖാമിദത് ലഹു വഖദ് ബാത ഷാഹുൽ ഫുർസി ഫീ അഅ്ലമിൽ കർബി. ആ കുട്ടി അത്ഭുതകരമായ കുട്ടി അങ്ങ് ജനിച്ചപ്പോ എന്തെന്നില്ലാത്ത അത്ഭുതങ്ങൾ ആ മക്കത്തുണ്ടായി. അതൊരശരീരി പോലെ മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് അവിടുന്നതേ ഒരശരീരി കേൾക്കുമ്പോ അവർ തന്നെ അത്ഭുതപ്പെട്ടു പോവുകയാണ്. പറഞ്ഞു വന്നത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ജനിക്കുമ്പോ മക്കയിലുണ്ടായ അത്ഭുതങ്ങൾ. എന്നാൽ അവിടുത്തെ അനന്തരാവകാശികളായ, അവിടുത്തെ വാരിസ്യങ്ങളായ അതേ സ്ഥാനത്ത് പിന്നീട് ലോകത്ത് കടന്നു വന്ന മശായിഖന്മാർ, അവരിൽ തന്നെ പ്രമുഖരായ റഈസുസ്സായിദീൻ ഖുതുബുൽ ആലം സിഎം വലിയുല്ലാഹിൽ മടവൂരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അതവിടുത്തെ മൗലുദിൽ കാണാം. അവിടുന്ന് ജനിക്കുമ്പോഴും വലഹറത്ത് മുൻദു വിലാദതിഹി അജായിബുൻ കസീറ,
ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. വകാന മൗലിദുഹു ഫീ ബൈത്തി കളപ്പിലാവിൽ മടവൂരിലെ കളപ്പിലാവിൽ എന്ന് പറയുന്ന വീട്ടിൽ വന്യരായ ശൈഖുനാ സി.എം. വലിയുല്ലാഹിൽ മടവൂർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീൽ ജനിക്കുകയാണ്. സുമ്മ ബുദ്ദില ഇലാ ചിറ്റലിമീത്തൽ, പിന്നെ ചിറ്റലിമീത്തൽ എന്ന് പറയുന്ന വീട്ടിലേക്ക് താമസം മാറ്റി. അവിടെയും കുറെ സമയം അവിടെയും താമസിച്ചു. വലമ്മാ ഹമലതുഹു ഉമ്മുഹു സാഫറ അബൂഹു ലിൽ ഹജ്ജ്. ശൈഖുനാ മടവൂർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ വാപ്പ കുഞ്ഞിമായും കോയ മുസ്ലിയാർ ഒരു ഉമ്മ അതേ തന്റെ ഭാര്യ ഗർഭിണിയായപ്പോ പിതാവ് കുഞ്ഞിമായി കോയ മുസ്ലിയാർ ഹജ്ജിന് പോവുകയാണ്. ഫറആ ഫിൽ മനാമി അന്നഹു സയൂലദു ലക വലിയ്യും മിനൽ ഔലിയാ. അവിടുന്ന് അതേ ഹജ്ജിന് പോയ സമയത്ത് വിശുദ്ധമായ മക്കയിൽ ഒരു സ്വപ്നം കാണുകയാണ്. നിങ്ങൾക്ക് ഔലിയാക്കളിൽപ്പെട്ട ഒരു വലിയനിക്ക് നിങ്ങൾ ജന്മം നൽകാനുണ്ട്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നിങ്ങളുടെ ഭാര്യ പ്രസവിച്ചാൽ ഫസമ്മീഹി മുഹമ്മദ് അബൂബക്കർ എന്ന പേര് വെക്കണേ. ഫറജഅ മിൻ ഹജ്ജിഹി, ഹജ്ജിൽ നിന്ന് മടങ്ങി നാട്ടിലെത്തിയപ്പോ സുമ്മ ദഹബ ലിൽ വഅദി, മഹാനായ സി.എം. വലിയുല്ലാഹിയുടെ വാപ്പ വലിയ പ്രഭാഷകനായിരുന്നു. പണ്ടത്തെ പ്രഭാഷണം അങ്ങനെയല്ലേ, വലിയ 4-5 ദിവസക്കാലം ഒരേ വിഷയത്തിൽ നീണ്ടു നിൽക്കുന്ന പ്രഭാഷണമല്ലേ. അങ്ങനെ ഹജ്ജ് കഴിഞ്ഞ് തന്റെ പിതാവ് നാട്ടിലെത്തി വയലിനങ്ങ് പോയപ്പോ ഫഖാല ലഹു വാഹിദുൻ മിനൽ ആരിഫീൻ, അക്കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ആരിഫായ ഒരു വലിയ മഹാൻ ശൈഖുനാ സി.എം. വലിയുല്ലാഹിയുടെ വാപ്പയോട് പറയാണ്, ഖദ് കുന്ത അബാ അബല്ലിൽ വലി. ഇവിടെ അതേ ഉമ്മ പ്രസവിച്ചിട്ടുണ്ട്, ഭാര്യ പ്രസവിച്ചിട്ടുണ്ട്. ആ സമയത്ത് പിതാവ് വയലിലാണ്. വയലിന് പോയ സ്ഥലത്ത് വലിയ മശായിഖന്മാരിൽപ്പെട്ട ഒരു മഹാന് പറയാണ്, കുന്ത അബല്ലിൽ വലി, നിങ്ങൾ ഒരു വലിയനിക്ക് ഉപ്പയായിരിക്കുന്നു. ഫസറ സുറൂറൻ കസീറാ ലിതദ്കിറതി മനാമിഹി ഫിൽ ഹറം. ആ ശൈഖ് അങ്ങനെ പറയുമ്പോഴേക്ക് വിശുദ്ധമായ മക്കയിൽ കണ്ട സ്വപ്നത്തെ ഇങ്ങനെ ഓർമ്മിച്ച് വല്ലാതെ സന്തോഷിക്കുകയാണ് മഹാനായ കുഞ്ഞിമായി കോയ മുസ്ലിയാർ. ഫറജഅ സരീഅൻ ഇലൽ ബൈത്തി ഫവജദഹു മൗലൂദാ. അങ്ങനെ വീട്ടിലേക്ക് എത്തിയപ്പോ ഭാര്യ പ്രസവിച്ചിരിക്കുകയാണ്. ഫഖാല ലഹു ശൈഖു സമ്മി ഇബ്നക ബിസ്മി ഫസമ്മാഹു മുഹമ്മദ് അബൂബക്കർ. അവിടുന്നതേ നേരത്തെ സ്വപ്നത്തിൽ മുഹമ്മദ് അബൂബക്കർ എന്ന് പേര് പറയണമെന്ന് അറിയിപ്പ് കിട്ടിയല്ലോ. നാട്ടിൽ വന്നപ്പോ മഹാന്മാരായ മശായിഖന്മാർ അതേ സംഭവം പറഞ്ഞുവല്ലോ. ആ കുട്ടിക്കങ്ങ് പേര് വെച്ചു. എന്താണ്? മുഹമ്മദ് അബൂബക്കർ. ഫസമ്മാഹു മുഹമ്മദ് അബൂബക്കർ റളിയല്ലാഹു അൻഹു കഅന്നഹുൽ അംറു ഫീ മനാമിഹി റളിയല്ലാഹു അനിൽ മടവൂരി റളിയല്ലാഹു അൻ സിർരിൻ നൂരി റളിയല്ലാഹു അനിൽ മടവൂരി റളിയല്ലാഹു അൻ സിർരിൻ നൂരി ബുശ്റാ ലനാ നിൽനൽ മുനാസാലൽ അനാ വജാഅനാ കുല്ലുൽ ഹനാ ബിമദ്ഹിനാ സി.എം. വലി ലാ ഇലാഹ
لا إله إلا الله لا إله إلا الله محمد رسول الله هو الولي الأشهب هو الشفاء الأعجب فاشفنا أسقامنا بمدحنا سيا ولي لا إله إلا الله. അങ്ങനെ വീണ്ടും തുടരുകയാണ് മഹാനവറുകളുടെ ചരിത്രമാ മൗലൂദിലൂടെ. വകാന ശൈഖു റഹിമഹുല്ലാഹു ഫീ സിബാഹു മുവാലിബൻ അലൽ ആദാബി വസ്സുനൻ. ചെറിയ പ്രായത്തിൽ തന്നെ മഹാനായ സി.എം. വലിയുള്ള കളിച്ചു വളരുന്ന പ്രായത്തിൽ തന്നെ മറ്റു കുട്ടികളോട് മറ്റു കുട്ടികളെ പോലെ വികൃതിയില്ല, മറ്റു കുട്ടികളെ പോലെ കുരുത്തക്കേടുകളില്ല, മറ്റു കുട്ടികളെ പോലെ കുട്ടികളുടെ പ്രകൃതി സ്വഭാവങ്ങളൊന്നും മഹാനവർകൾ കാണുന്നില്ല. ചെറിയ പ്രായത്തിൽ തന്നെ അലൽ ആദാബി വസ്സുനനി മുതമസ്സികം ബിൽ ജിദ്ദി വൽ ഇൽതിസാം. അല്ലാഹുവിന്റെ ദീനിയായ നിയമം അനുസരിച്ച് തന്നെ ചെറിയ പ്രായത്തിൽ, എട്ടും പൊട്ടും തിരിയാത്ത ചെറിയ പ്രായത്തിൽ തന്നെ അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ അനുസരിച്ച് നീങ്ങുന്ന ചെറിയ കുട്ടിയായി മാറുകയാണ്. സ്വാദിഖൻ റഹീമൻ യുഹിബ്ബുൽ വഹദത ഫലാ യസ്തരികു സിബിയാന ഫീ ലഅബിഹി. ചെറുപ്പത്തിൽ തന്നെ മറ്റു കുട്ടികളെ കൂടെ കളിക്കാൻ പോകുന്ന സ്വഭാവമില്ല. എന്തെന്നില്ലാത്ത ഒരു അസാധാരണത്വം ചെറുപ്പത്തിൽ തന്നെ കണ്ടുവരികയാണ്. ഇത് വെറുതെ ഇങ്ങനെ പറയല്ല, മഹാനവറുകളുടെ ചരിത്രം ഒരുമിച്ച് കൂട്ടി നമ്മുടെ മശായിഖന്മാരായ സാദാത്യങ്ങളും ആലിമീങ്ങളും അംഗീകരിച്ചു കൊണ്ടിറക്കിയ മൗലിദ് എന്നാണ് ഞാൻ വായിക്കുന്നത്. മൗലിദ് നൂർ ഫീ വലിയില്ലാഹിൽ മടവൂർ. ചെറുപ്പത്തിൽ തന്നെ സി.എം. വലിയുല്ലാഹിയുടെ ബാല്യകാലത്ത് തന്നെ മക്കളെ കൂടെ കളിക്കുന്ന സമയത്ത് പോലും ഒരു അസാധാരണത്വം അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആളുകൾ. وشرع في طلب العلم بعد أن تعلم القرآن بجامع المسجد المدور. ചെറിയ പ്രായത്തിൽ മടവൂർ പള്ളിയിൽ തന്നെ ഖുർആന് പഠിക്കുകയും ഖുർആന് മുഴുവനും ഓതാൻ ചെറിയ പ്രായത്തിൽ പ്രാഥമികമായ അറിവ് മടവൂർ പള്ളിയിൽ നിന്ന് മദ്രസയിൽ നിന്ന് പഠിച്ചതിന് ശേഷം അതേ അവിടുന്ന് ഇൽമിൽ തന്നെ അറിവിന്റെ ലോകത്ത് തന്നെ സജീവമാകാൻ തീരുമാനിക്കുകയാണ്. കൊടുവള്ളി മങ്ങാട് കൊയിലാണ്ടി. അങ്ങനെ കൂടുതൽ പഠനത്തിന് വേണ്ടി ഒരുപാട് മഹല്ലുകളിലേക്ക് പള്ളി ദർസുകളിലേക്ക് പഠിക്കാൻ യാത്ര ചെയ്ത മഹാനാണ് സി.എം. വലിയുല്ലാഹിൽ മടവൂരി. ഇവിടെ ഒരു കാര്യം ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ. ഔലിയാക്കൾ എന്ന് പറയുമ്പോ ഇന്നത്തെ പുതിയ ന്യൂ ജനറേഷന് ഔലിയാക്കളെ മനസ്സിലായിട്ടില്ല. ആരെങ്കിലും 10 മോതിരവും 2 പച്ച തട്ടുമിട്ട് വന്നാൽ, ഇപ്പൊ ആരെങ്കിലും പുതുതായി ഒന്ന് പൊട്ടി മുളച്ചാൽ അവർ വലിയാണെന്നും അവരെ പിന്നാലെ പോകാൻ, അത്ഭുതം കാണുന്നതിന്റെ പിന്നാലെ പോകാൻ ആയിരക്കണക്കിന് ആളുകളാണ്. എന്നാൽ ഔലിയാക്കളുടെ ഏറ്റവും വലിയ യോഗ്യത എന്താണ്? ഔലിയാക്കളുടെ ഏറ്റവും വലിയ യോഗ്യത എന്താണ് പ്രിയമുള്ളവരെ? അവർ അല്ലാഹുവിന്റെ ദീനിന്റെ ഇൽമിലായി ജീവിതം നയിച്ചു എന്നത് തന്നെയാണ് ഔലിയാക്കളുടെ ഏറ്റവും വലിയ യോഗ്യത. ഔലിയാക്കളുടെ ഏറ്റവും വലിയ യോഗ്യത എന്നുള്ളത് അവർ ദീനിന് വേണ്ടി, ദീനിയായ ഇൽമു പഠിക്കാൻ വേണ്ടി അവരുടെ പുരുഷായുസ് മുഴുവനും ചെലവഴിച്ചു. 30 വർഷക്കാലം ദീനിയായ ഇൽമിന് വേണ്ടി സമയം മാറ്റിവെച്ച മഹാനാണ് സി.എം. വലിയുല്ലാഹിൽ മടവൂരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ സ്വലാത്ത് മജ്ലിസിന്റെ നേതൃത്വത്തിന് വന്യരായ മിസ്ബാഹി ഉസ്താദ് അവറുകൾ വേദിയിലേക്ക് വന്ന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ.
لا إله إلا الله والله أكبر الله أكبر ولله الحمد. എല്ലാവരും ഇരിക്കുക. അപ്പുറത്തുള്ള ആളുകളൊക്കെ വന്ന് സ്വലാത്ത് മജ്ലിസിന്റെ ആ ഹുർമത്ത് നിലനിർത്തി ചെയറിലൊക്കെ ഇരുന്ന് എല്ലാവരും സഹകരിക്കും. ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്താം. ഷെയ്ഖുന മടവൂർ ഷെയ്ഖുന CM വലിയുള്ളാഹിയുടെ മൗലിദ് അവിടുത്തെ ചരിത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 30 വർഷത്തിലേറെ മഹാനായ CM വലിയുള്ള ജീവിതം ഇൽമിന് വേണ്ടി, ഇൽമിന്റെ ഖിദ്മത്തിന് വേണ്ടി ചെലവഴിച്ചു. ഔലിയാക്കളുടെ ഏറ്റവും ഒന്നാമത്തെ ക്വാളിറ്റി അതാണ്. അവർ അള്ളാഹുവിന്റെ ദീന് പരിപൂർണമായി പഠിച്ചു എന്നത് തന്നെയാണ്. CM വലിയുള്ള പഠിച്ചു എന്ന് മാത്രമല്ല, ഒരുപാട് മഹല്ലുകളിൽ മുദർരിസായി സേവനം ചെയ്തു. ഒരുപാട് മഹല്ലുകളിലേക്ക് മതപ്രഭാഷണത്തിന്റെ ദഅവത്തിന്റെ മേഖലയിൽ ഒരുപാട് വർഷക്കാലം മഹാനവർകൾ ആദ്യ സമയങ്ങളിൽ ചെലവഴിച്ചു. നമ്മൾക്കറിയപ്പെട്ട നമ്മുടെ മഹാനായ താജുശ്ശരിയ മർഹൂം അലിക്കുഞ്ഞ് ഉസ്താദ് അവർകൾ ശൈഖുന മടവൂർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവർകളുടെ ശിഷ്യനായിരുന്നില്ലേ? ഇങ്ങനെ ഒരുപാട് മഹാന്മാരുടെ അടുത്ത് പോയി ദർസ് പഠിക്കുകയും മുദർരിസാവുകയും വലിയ വായിലാവുകയും അള്ളാഹുവിന്റെ ദീനിന്റെ ഇൽമുകൾ ഈ സമൂഹത്തിന് വർഷങ്ങളോളം പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്ത വലിയ മഹാനായിരുന്നു CM വലിയുള്ളാഹിൽ മടവൂരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അവിടുത്തെ മൗലിദിൽ കാണാം, വകാന വായിലൻ ആലിമൻ ദാകിറൻ ശാകിറൻ ലൈലം വനഹാറാ. രാ പകൽ വ്യത്യാസമില്ല ദീനി ദഅവത്ത് നടത്തിയ മഹാനാണ് ശൈഖുന CM വലിയുള്ളാഹിൽ മടവൂരി. അങ്ങനെ അവസാനം ഞാൻ ചുരുക്കുകയാണ്. വസാറ റൗളത ശരീഫത. ഒരു ദിവസം CM വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ثم سافر CM വലിയുള്ളാഹി ഖുദ്ദിസ സിർറുഹു ലിൽ ഹജ്ജ് സനത 1962 മിനൽ ഇസ്വിയ. ഒരു ദിവസം ഹജ്ജിന് വേണ്ടി യാത്ര പോയി മഹാനവർകൾ. വസാറ റൗളത ശരീഫ. വിശുദ്ധമായ മദീന മുനവ്വറയിലെത്തി. ഫഖറജ നൂറുൻ മിനർ റൗളതി. ആ പച്ചക്കുബ്ബ 140 കോടി മുസ്ലിം മനസ്സുകളുടെ മനസ്സിൽ മാണിക്ക കൊട്ടാരത്തിൽ രാജകുമാരനായി പരിലസിക്കുന്ന ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ മദീനയിലെ കുബ്ബദെ ഖസ്റായിൽ നമ്മളെല്ലാം നോക്കിക്കാണുകയാണല്ലോ. ആ കുബ്ബയുടെ അടുത്തെത്തിയപ്പോ സിയാറത്ത് ചെയ്യുമ്പോ അവിടെ നിന്നൊരു പെന്തെന്നില്ലാത്ത പ്രകാശം ഇങ്ങനെ ശൈഖ് മടവൂരിലേക്ക് അടിച്ചു വീശുകയാണ്. ഫഗശിയതുഹു ഫഖറ മഗ്ശിയൻ അലൈഹി മിൻ ശിദ്ദതി ഇസ്ഖിഹി ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ എന്തെന്നില്ലാത്ത മഹബ്ബത്തിൽ അവിടെ നീ പ്രകാശം അടിച്ചു വീശിയപ്പോ ഒരല്പസമയത്തേക്ക് ബോധം നഷ്ടപ്പെട്ട് അവിടെ വീണു CM വലിയുള്ളാഹിൽ മടവൂരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അങ്ങനെ പിന്നെ നാട്ടിലേക്ക് എത്തി വലിയ വലിയ മശായിഖന്മാരുമായി ബന്ധം സ്ഥാപിച്ചു. മശായിഖന്മാരുമായി ബന്ധം സ്ഥാപിച്ച അവസാനം അല്ലാഹു എന്ന ചിന്തയിൽ ആരോടും സംസാരിക്കാത്ത കാലമുണ്ടായി. അതിനുശേഷം ആളുകളൊക്കെ വിഷമങ്ങൾ പറയാൻ ആയിരക്കണക്കിന് ജനങ്ങളങ്ങ് മടവൂരിലെത്തുമ്പോ അവരെ മുഴുവനും സന്ദർശിക്കാനും പരിഹാരം നൽകാനും മടവൂർ ശൈഖുന സമയം കണ്ടെത്തി. വരുന്ന പാവപ്പെട്ട നീറുന്ന നൂറുകണക്കിലെ പ്രശ്നങ്ങൾക്ക് ശൈഖ് മടവൂർ ചെറിയ വാക്കുകൊണ്ട് പരിഹാരം നൽകി. ഒരു വിഷമം പറയുമ്പോ അത് നിനക്ക് വേണ്ട, അത് ഞാൻ ശിഫയാക്കി, അതങ്ങനെ ചെയ്യണ്ട. ചെറിയ ചെറിയ ലഫ്ളുകളെ കൊണ്ട് വലിയ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു മഹാനായ CM വലിയുള്ളാഹ്. അങ്ങനെ സംഭവിക്കുമോ? തർക്കമില്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ചില റുബ്ബ അസ്ഗസ, ചില ആളുകൾ ഉണ്ടാകും, അവരെ മുടി ജട കെട്ടിയിട്ടുണ്ടാകും, മുഷിന്ന വസ്ത്രം ധരിച്ചിട്ടുണ്ടാകും, നിന്റെ വാതിൽക്കൽ വന്നവർ മുട്ടും. പക്ഷേ അവരെ പ്രത്യേകത എന്തെന്നറിയാമോ? അവരൊരു കാര്യം ലൗ അഖ്സമ അലല്ലാഹി ലഅബറ, അവര് കാര്യം അല്ലാഹനെ സത്യം ചെയ്ത് പറഞ്ഞാൽ അത് ഉടനെ തന്നെ നിറവേറുക തന്നെ ചെയ്യും. ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ അനന്തരക്കാരായ വാരിസീങ്ങളായ മഹാന്മാരിലേക്കുള്ള സൂചനയാണ് ഈ ഹദീസ്. അതുകൊണ്ടാണ്
ശൈഖുനാ മടവൂറിനെ പോലത്തെ മഹാന്മാരായ മശായിഖന്മാർ അത് വേണ്ട എന്ന് പറയുമ്പോ അത് വേണ്ട എന്ന് തന്നെയാവുകയാണ്. അത് ഇങ്ങനെ ചെയ്യണം, അത് ഞാൻ മാറ്റിക്കോളാം, ആ രോഗം ശിഫയായി എന്ന് പറയുമ്പോ തന്നെ ശിഫയാവുകയാണ്. ഏകൽ കൂടാതെ അവർ ഒന്നും പറയില്ല. അള്ളാന്റെ അനുവാദമില്ലാതെ ഒരു വാക്ക് പോലും അവർ പറയില്ല. അള്ളാന്റെ അനുവാദത്തോടു കൂടെ അവർ പറയുന്നത് അങ്ങനെ തന്നെ പുലരുകയാണ്. അർഹമുർ റഹീമായ റബ്ബ് മശായിഖന്മാരുടെ ഹക്ക് ബർക്കത്ത് കൊണ്ട്, CM വലിയുള്ളാഹിയുടെ ഹക്ക് കൊണ്ട് നമ്മുടെ ഈ മജ്ലിസ് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇതുവരെ പറഞ്ഞ CM വലിയുള്ളാഹിയുടെ മദ്ഹുകൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അവിടുത്തെ മദദും പൊരുത്തവും കാവലും അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ നൽകുമാറാവട്ടെ. ആ മഹാന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഇരു ലോകവും അല്ലാഹു വിജയിപ്പിക്കുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്